അതെ, വീണ്ടും ആവർത്തിക്കുകയാണ് ഇത്തവണ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന കാര്യം. പ്രവചനങ്ങൾ പലപ്പോഴായി കോൺഗ്രസിന് അനുകൂലമാണ്. അതുതന്നെയാണ് ഇത്തവണയും സംഭവിച്ചിരിക്കുന്നത്. കർണാടകയിലെ 20 ലോക്സഭാ സീറ്റുകളും കോൺഗ്രസ് നേടുമെന്ന് പറയുകയാണ് പാർട്ടി നേതാവ് സലീം അഹമ്മദ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് യുവാക്കൾ ആഗ്രഹിക്കുന്നുവെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ BJP പരാജയപ്പെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് മനസ്സിലാക്കിയ BJP നേതാക്കൾ വർഗീയ പ്രസ്താവനകൾ നടത്തി സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ജൂൺ 3 നടക്കുന്ന കർണാടകയിലെ MLC തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ കോൺഗ്രസ് ചീഫ് വിപ്പ് കൂടിയായ സലീം അഹമ്മദ് അവകാശപ്പെടുന്നുണ്ട്. യുവാക്കൾക്കും അധ്യാപകർക്കും BJPയോട് കടുത്ത എതിർപ്പുണ്ടെന്നും സലീം അഹമ്മദ് തുറന്നടിച്ചു. അവർ ഒരു മാറ്റത്തിനായി കൊതിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സൗത്ത് വെസ്റ്റ് അധ്യാപക മണ്ഡലം സ്ഥാനാർത്ഥി KK മഞ്ജുനാഥ് നേരിയ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെട്ടത്. ബിരുദധാരികളുടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ആയന്നൂർ മഞ്ജുനാഥ് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. വരും ദിവസങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്നാണ് സലീം അഹമ്മദ് തറപ്പിച്ചു പറയുന്നത്. സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാർ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചു. അധ്യാപകർക്കായി ക്ഷേമ പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും തുല്യ ജീവിതം, എല്ലാവർക്കും തുല്യ വിഹിതം എന്ന തത്വശാസ്ത്രത്തിൽ സംസ്ഥാന സർക്കാർ ശക്തമായി വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസ് സർക്കാരിന്റെ 5 ഗ്യാരണ്ടി പദ്ധതികൾ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൊലപാതകങ്ങളെയും ഗ്യാങ് വാറുകളെയും തുടർന്ന് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന BJPയുടെ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത്തരം കേസുകളിൽ സംസ്ഥാന സർക്കാർ കർശന നടപടിയാണ് സ്വീകരിച്ചതെന്നും അഹമ്മദ് പറയുകയുണ്ടായി. സംസ്ഥാനത്ത് ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം തുടരുകയും ചെയ്തു. സംസ്ഥാനത്ത് ക്രമസമാധാനവും സമാധാനവും ഐക്യവും ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന ചോദ്യങ്ങൾക്കുള്ള ചർച്ച അനാവശ്യമാണെന്നായിരുന്നു മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കോൺഗ്രസ് ഭരിച്ച 10 വർഷക്കാലം, അതായത് 2004 മുതൽ 2014 വരെ. അന്നൊന്നും ഞങ്ങൾ സർക്കാർ രൂപീകരിച്ചത് തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടല്ലെന്നും ഖാർഗെ ഓർമ്മിപ്പിച്ചു. 2004 കോൺഗ്രസ് നേതാക്കൾക്ക് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാവണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അവർ അതിന് തയ്യാറായില്ല. ഞങ്ങൾക്ക് ഭൂരിപക്ഷമില്ലായിരുന്നു. 140 സീറ്റായിരുന്നു ലഭിച്ചത്. 2009 209 സീറ്റുകൾ നേടിയാണ് ഞങ്ങൾ വീണ്ടും അധികാരത്തിലെത്തിയത്. UPA സഖ്യമുണ്ടാക്കി ഞങ്ങൾ 10 വർഷമാണ് ഭരിച്ചതെന്നും ഖാർഗെ പറഞ്ഞു. ചിലപ്പോഴൊക്കെ ബുദ്ധിശാലികളായ ആളുകൾ പോലും ചരിത്രം മറക്കുമെന്ന് BJPയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഖാർഗെ തുറന്നടിച്ചു. ഏതായാലും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആരാണ് പ്രധാനമന്ത്രി എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്.